സോണിയാഗാന്ധി 1998 കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അവർ അത്ര മോശപ്പെട്ട അധ്യക്ഷയായിരുന്നു, വളരെ മോശപ്പെട്ട അധ്യക്ഷയായിരുന്നു സോണിയാഗാന്ധി എന്ന് തുറന്നു പറയുകയാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണായിരുന്ന നജ്മ ഹെപ്തുള്ള. കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു നജ്മ പറയുകയാണ്, സോണിയാഗാന്ധി എന്ന് പാർട്ടി പ്രസിഡന്റായി വന്നു അന്നു മുതൽ പാർട്ടിയുടെ പതനം തുടങ്ങി, അതിൻ്റെ സൂചനകൾ തുടങ്ങി. അതിന് അവരുടെ ആത്മകഥയിൽ കൃത്യം ന്യായങ്ങളും പറയുന്നുണ്ട്. നജ്മ ഹെപ്തുള്ളയുടെ ആത്മകഥയുടെ പേര് ഇൻ പെർസ്യൂട്ട് ഓഫ് ഡെമോക്രസി ബിയോണ്ട് പാർട്ടി ലൈൻസ്. ഇൻ പെർസ്യൂട്ട് ഓഫ് ഡെമോക്രസി ബിയോണ്ട് പാർട്ടി ലൈൻസ് എന്നാണ് അവരുടെ പുസ്തകത്തിൻ്റെ പേര്. ആ ആത്മകഥയിൽ മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിരുന്ന നജ്മ ഹെപ്തുള്ള അക്കമിട്ട് നിരത്തുകയാണ്, സോണിയ എന്ന് പാർട്ടി പ്രസിഡന്റായി വന്നുവോ, ജനപത്തന് അന്നു മുതൽ അധപതനത്തിലേക്ക് പോയി തുടങ്ങി, സൂചനകൾ കോൺഗ്രസിൻ്റെ നാശത്തിലേക്കുള്ള സൂചന അന്ന് തുടങ്ങിയെന്നാണ്. അത് പറയാൻ ഒന്നാമത്തെ ഉദാഹരണം 99 നജ്മ ഹെപ്തുള്ള ഇന്റർ പാർലമെന്ററി യൂണിയൻ IPU-ന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു വലിയ പദവിയാണ്. ഇന്റർ പാർലമെന്ററി യൂണിയൻ അതൊരു വലിയ പദവിയാണ്. ആ പദവിയിലേക്ക് ഒരു ഇന്ത്യൻ മുസ്ലിം സ്ത്രീ എത്തുക എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അങ്ങനെ അതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നജ്മ തൻ്റെ പാർട്ടി പ്രസിഡന്റായ സോണിയാഗാന്ധിയെ വിളിക്കാൻ ശ്രമിക്കുന്നു. വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. ജീവനക്കാരൻ പറയുന്നു മാഡം തിരക്കിലാണ്. എപ്പോൾ പറഞ്ഞാലും മാഡം തിരക്കിലാണ്. അങ്ങനെ അപ്പോൾ പറഞ്ഞു ബെർലിനിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്, ഇത് ഇൻ്റർനാഷണൽ കോളാണ്, അപ്പോൾ ഒന്ന് വേഗം കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നജ്മ ഹെപ്തുള്ള ഏകദേശം 1 മണിക്കൂറോളം ഫോണിൻ്റെ അങ്ങേത്തലയിൽ ബെർലിനിലിരുന്ന് വെയിറ്റ് ചെയ്തു. സോണിയ ഫോണിൽ ഇപ്പോൾ വരും 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അതിനുശേഷം നജ്മ ഹെപ്തുള്ള സോണിയാഗാന്ധിയോട് യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഊഷ്മളമായ ഒരു അഭിനന്ദനം പോലും തനിക്ക് അവർ നൽകിയില്ല എന്ന് ആത്മകഥയിൽ നജ്മ എടുത്തെടുത്ത് പറയുന്നു. എന്നാൽ അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. വാജ്പേയിയെ വിളിച്ചു. വാജ്പേയിയെ ഉടൻ തന്നെ ഫോണിൽ കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഇത് ബഹുമതി കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാണ്, ഈ ബഹുമതി കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കല്ല, ഇത് ഇന്ത്യക്കാണ്. രണ്ടാമത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം വനിതയ്ക്കാണ്. ഇത് നമുക്ക് ആഘോഷിക്കണമെന്നാണ് വാജ്പേയി പറഞ്ഞത്. ആലോചിച്ച് നോക്കുക. നജ്മ കോൺഗ്രസ്സുകാരിയാണ്, കോൺഗ്രസ് നേതാവാണ്. ആ ഒരു ടിക്കറ്റിലാണ് ഇങ്ങനെ വലിയ സ്ഥാനങ്ങളൊക്കെ എത്തിയത്. അപ്പോൾ നജ്മ പ്രധാനമന്ത്രിയെ വിളിച്ച് പറയുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്, ഇത് നിങ്ങൾക്കല്ല, അത് ഇന്ത്യക്ക് കിട്ടിയ ബഹുമതിയാണ്, അതുകൊണ്ട് ഇത് നമുക്ക് ആഘോഷിക്കണം, ഇന്ത്യൻ മുസ്ലിം വനിതയ്ക്ക് കിട്ടിയ ബഹുമതിയാണ്, ആഘോഷിക്കണം. അങ്ങനെ ആഘോഷിക്കുകയും ചെയ്തു. ആഘോഷിച്ചത് വസുന്ധര രാജ സിന്ധ്യയുടെ നേതൃത്വത്തിൽ MP-മാരും അതുപോലെ തന്നെ നജ്മ ഹെപ്തുള്ള ഉൾപ്പെടുന്ന ആളുകളെയൊക്കെ പാർലമെന്റിൽ അനക്സിൽ കൊണ്ടുപോയി വലിയ ആഘോഷമൊക്കെ അന്ന് വാജ്പേയി സർക്കാർ നടത്തിയിരുന്നു. അത് ഒരു അനുഭവമായി ആത്മകഥയിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ വിളിച്ചപ്പോഴും വളരെ ഹാർദവമായ ഊഷ്മളമായ അഭിനന്ദനം ലഭിച്ചുവെന്ന് നജ്മ പറയുന്നു. എന്നിട്ട് പറയുന്നു, തൻ്റെ സ്വന്തം പാർട്ടി പ്രസിഡന്റിൽ നിന്ന് തനിക്ക് ഒരു അഭിനന്ദനം പോലും ലഭിച്ചില്ല. അതിനുശേഷം ന്യൂയോർക്കിൽ നടന്ന, അത് മില്ലേനിയം വർഷമാണ് 99, അതായത് പുതിയ വർഷം 2000 പുതിയ നൂറ്റാണ്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഒരു പരിപാടി ന്യൂയോർക്കിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ ഇന്റർ പാർലമെന്ററി യൂണിയൻ ന്യൂയോർക്കിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിലേക്ക് സോണിയാഗാന്ധിയെ വിളിച്ചിരുന്നു. അതായത് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ മില്ലേനിയം കോൺഫറൻസ് ആണ് ന്യൂയോർക്കിൽ സംഘടിപ്പിച്ചത്. അതിന് സോണിയാഗാന്ധിയെ ക്ഷണിച്ചിരുന്നു. ആദ്യമൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷം സോണിയാഗാന്ധി കാലുമാറിയതും വളരെ വേദന ഉണ്ടാക്കിയ സംഭവമാണെന്ന് നജ്മ എടുത്തു പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു പാർട്ടിയിൽ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു, പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. പക്ഷേ അവരെപ്പോഴും അണികളുടെ സങ്കടം കേൾക്കാൻ, അണികളുടെ അഭിപ്രായം കേൾക്കാൻ അവരുടെ കാത് തുറന്നു വയ്ക്കുമായിരുന്നു, ഹൃദയം തുറന്നു വയ്ക്കുമായിരുന്നു. എല്ലാവർക്കും എപ്പോഴും വേണമെങ്കിലും ഏത് നേതാക്കൾക്കും, താഴേക്കിടയിലുള്ള നേതാക്കൾക്കും ഇന്ദിരാഗാന്ധിയോട് സംസാരിക്കാൻ അവസരം ലഭിക്കുമായിരുന്നു. പക്ഷേ ജൻപത് 10 വന്നപ്പോൾ, സോണിയാഗാന്ധി പ്രസിഡന്റ് ആയപ്പോൾ അവിടെ ഉള്ളത് പാർട്ടിക്കാരല്ല, ജീവനക്കാരും ക്ലാർക്കന്മാരുമാണ്. ആ സമയങ്ങളിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലെന്ന് നജ്മ എടുത്തു പറയുന്നു അവരുടെ ആത്മകഥയിൽ. അപ്പോൾ ഈ ജീവനക്കാരും ക്ലാർക്കന്മാരും കൂടി പാർട്ടി നേതാക്കളെ പാർട്ടി അണികളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ അകറ്റി നിർത്താൻ തുടങ്ങി. അവരൊരു പ്രത്യേക വിഭാഗമായി മാറി. ഏതെങ്കിലും 1-2 നേതാക്കൾക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്ന, അടുത്തു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് നേതാക്കൾ ഒതുങ്ങിക്കൂടി. അതാണ് പാർട്ടിയുടെ അപജയത്തിന് കാരണം. ജനങ്ങളെ അറിയില്ല, നേതാക്കളെ അറിയില്ല, നേതാക്കളുടെ വൈകാരികമായ പ്രശ്നങ്ങൾ അറിയില്ല, അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് അറിയില്ല, അവരുടെ വീഴ്ചകളെക്കുറിച്ചും അറിയില്ല. അതിനൊക്കെ ക്ലാർക്കന്മാർ നൽകുന്ന റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാർ നൽകുന്ന റിപ്പോർട്ടാണ്. ഇപ്പോഴും ആ ഒരു PR വർക്കോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സ്വഭാവത്തിലാണ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം പലപ്പോഴും നീങ്ങുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അത് തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. അതാണ് പാർട്ടിയുടെ അപജയത്തിന് കാരണം. പാർട്ടി ഇനി രക്ഷപ്പെടണമെങ്കിൽ ഈ തരത്തിലുള്ള ചിന്താഗതികളും ഇതൊക്കെ മാറണം. അങ്ങനെ ഇന്ത്യ കണ്ട കോൺഗ്രസിൻ്റെ ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റായിരുന്നു സോണിയാഗാന്ധി എന്ന് അടിവരയിട്ട് പറയുകയാണ് മുൻ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായിരുന്ന നജ്മ ഹെപ്തുള്ള.